ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈലറ്റായ നമ്മളെ മറിയം ജുമാനയുടെ കുറച്ച് വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഒരു ഇത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. മറിയം ജുമാന എന്ന എൻ്റെ കുട്ടി തന്നെ പറയാം, അതായത് എൻ്റെ കസിൻ്റെ മോളാണ്. അവള് ആദ്യമായി തന്നെ ഞാൻ അറിഞ്ഞു +2 കഴിഞ്ഞതിൻ്റെ ശേഷം അവൾ കോഴിക്കോട് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾ അതിൻ്റെ എല്ലാ കോഴ്സും കംപ്ലീറ്റ് ആയി. പോകുമ്പോൾ എന്നെ വിളിച്ചു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അവളെ ഓരോ സന്തോഷങ്ങളും അവൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നു. ഞാനത് എൻ്റെ ചാനലിലൂടെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഞാനത് പബ്ലിക്കാക്കി. അങ്ങനെ എൻ്റെ ചാനലിൽ നമ്മളെ മാനുക്ക കണ്ടു, ബുള്ളറ്റ് മാനുക്ക കണ്ടു. മാനുക്ക എന്നെ കോണ്ടാക്ട് ചെയ്തു, എനിക്ക് മോളെ ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാനുക്കാനോട്, അവൾ പോയില്ലേ, മഹാരാഷ്ട്രയിൽ പോയില്ലേ, ഇനി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടിയാലേ അവൾ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾക്ക് അവിടെ കുറച്ചൊരു ലീവ് കിട്ടി. അപ്പോൾ പറയാനുള്ളത്, ആ മോളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകട്ടെ, അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. അവൾക്കൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് അവളെ പേരൻസ് തന്നെയാണ്. ആ പേരൻസിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. കാരണം അവർക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സില്ലെങ്കിൽ അവൾക്ക് എന്താ പറയുക, പറക്കാൻ പറ്റിയിരുന്നില്ല അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും ഞാൻ പറയും, ഞാൻ വിളിക്കലോളമ്മാനെ കുഞ്ഞുമോളെ എന്നാണ്. ബാനു എന്നും വിളിക്കും. ഉമൈബാനു ആണ് അവളെ പേര്. ഞാൻ കുഞ്ഞുമോളോട് പറയും, കുഞ്ഞുമോൾ എൻ്റെ ധൈര്യം വല്ലാത്തൊരു ധൈര്യം തന്നെയാണ്. അള്ളാഹു നമ്മളെ പിന്നെ എല്ലാ ഒരു ഉയർച്ചയിലും മക്കളെ ആഗ്രഹത്തിനും അതുപോലെ നമുക്ക് തന്നെ, ഞാനും അവളും ഒരേ തട്ടിൽ കളിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഉയരങ്ങളിൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ മക്കളെ നമുക്ക് ഉയരത്തിൽ പറത്താൻ പറ്റട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മോള് പറയുന്നുണ്ട്, പിന്നെ എന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ മോള് പറയുന്നുണ്ട്, എനിക്ക് 10ാം ക്ലാസ് മുതലേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ ഒരു ഉസ്താദായതിൻ്റെ പേരിലും പിന്നെ ഞങ്ങൾ 5 മക്കളാണല്ലോ, അപ്പം ഞങ്ങളെല്ലാവരും പഠിപ്പിക്കാനുള്ള ആ ഒരു ഇതിലും കൂടി ഇതെനിക്ക് പൈസ കൊണ്ടും എല്ലാം കൊണ്ടും പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഉമ്മ പറഞ്ഞു, നീ നന്നായി പഠിക്ക്, മുന്നോട്ട് പോ, +2 കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. ആ ഉമ്മ കൊടുത്ത ആ ഒരു വാക്കിൽ, ആ ഒരു പേരൻസിൻ്റെ ആ ഒരു ഇതിൽ അവളിതാ ഇപ്പോൾ നല്ല ഉയർച്ചയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അല്ലേ. അപ്പം ആ വീഡിയോ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അവൾ പറന്നുയർന്ന് വന്ന ആ ഒരു മാതാപിതാക്കളുടെ സന്തോഷം, ആ ഒരു രക്ഷിതാവ്, അതായത് ആ ഉപ്പ അവളെ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കി. അങ്ങനെ ആ ഒരു സന്തോഷം, അതിൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു നിമിഷത്തിൽ. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം, അതായത് നമ്മളെ ലോകം മുഴുവൻ അറിഞ്ഞു. അവൾ അറിയപ്പെട്ട ഒരാളായി മാറി. ഇപ്പോൾ ദാ അവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇനിയും 200 മണിക്കൂറിൽ ഇനിയും ബാക്കിയുണ്ട്. അതവൾക്ക് പെട്ടെന്ന് എടുത്ത് അവളെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആഗ്രഹം, അതായത് പൈലറ്റായിട്ട് അവൾ വരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ അവൾ ആ ഒരു വിമാനത്തിൽ പോകാനുള്ള ഒരു ഭാഗ്യം പഠിച്ചത് നമുക്കൊക്കെ തരട്ടെ അല്ലേ, ആമീൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവളെ വീട്ടിൽ പോയിരുന്നു. അവൾ വന്നെന്ന് അറിഞ്ഞപ്പം അപ്പോൾ അവിടെ മാനുക്കുണ്ട്, വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലിങ്ങനെ അറിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവളെ തേടി ഞാൻ പോയിട്ടില്ല, കാരണം എനിക്കും ഇവിടെ കുറച്ച് ബിസിയാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ചുറ്റുപാടിലായി. പിന്നെ അത് മാത്രമല്ല, അവളിപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം സ്കൂളിൽ പോകുന്നു, എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് മൊമെൻറ്റോ, ആദരവ്, ക്യാഷ് അവാർഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പാണക്കാട് തങ്ങളെ കാണാൻ പോയിട്ടുണ്ട്.
അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഒരുപാട് ആൾക്കാർ അവളിങ്ങനെ ആദരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ പോയിട്ടില്ല. ഇൻഷാ അള്ളാ അവിടെ അടുത്തെവിടെയെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുമായിരിക്കും. ഞാൻ ഒന്നും കൂടി അവൾ പോണതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി അവളെ വീട്ടിൽ പോകും. അപ്പം ഞാൻ കൂടുതൽ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാം. പിന്നെ മാനുക്ക വഴി പിന്നെ നമ്മളെല്ലാ വിവരങ്ങളും അറിഞ്ഞതാണ്. അവളൊരു ചാനലുണ്ട് മറിയം ജുമാന. അതിലും അവൾ എങ്ങനെ ഒരു പൈലറ്റായി എന്ന് അവൾ അതിൽ പറയുന്നുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങളും പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവളെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം. ചാനലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യണം. അവളെ കുഞ്ഞു ആങ്ങളക്കും പൈലറ്റ് ആവണം എന്നാണ് ആഗ്രഹം. അവനക്കൊരു ചാനലുണ്ട്, അബ്ദുറഹീം എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ ചാനലൊന്ന് കയറി സപ്പോർട്ട് ചെയ്താൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കിട്ടും. കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഞാൻ 2-3 ദിവസമായിട്ട് തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് അറിയിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ ഇപ്പോൾ നാട്ടിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പോൾ എന്തായാലും അടുത്ത് തന്നെ അവൾ പോയിട്ട് ബാക്കിയുള്ളതും കൂടി അവൾക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അവളെ ബാക്കിയുള്ള അവേഴ്സും കൂടി കംപ്ലീറ്റ് ആക്കണം. നമ്മളൊരു പൈലറ്റായിട്ട് നമ്മളെ നാട്ടിൽ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, മലപ്പുറത്തുകാരി, അതും 19-ാം വയസ്സിൽ അല്ലേ. പിന്നെ ഒരു കാര്യം, സാധാരണ കുടുംബത്തിൽ നിന്ന് 19 വയസ്സായ ഒരു പൊന്നുമോൾ അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ് നമുക്ക്. ഫാമിലിയായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ നല്ല സന്തോഷമുണ്ട്. എൻ്റെ ലിയ റനാൻ ഫാമിലിയിലെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ആ ഒരു മോക്ക് പൈലറ്റിന് അറിയിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് അപ്ഡേഷനുകളുണ്ട് കേട്ടോ. അവളൊരു ജ്യേഷ്ഠത്തി ഡോക്ടറാണ്. അവളെ നിക്കാഹിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ഇവളെ യാത്രയപ്പിൻ്റെ വീഡിയോ ഉണ്ട്. ഇവള് ഇത് പറത്തിയ ആ ഒരു രംഗമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇനിയും പറയുന്നുണ്ട്, ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങളാരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.